കാലിക്കറ്റ് സർവകലാശാലയ്ക്കു കീഴിലെ ഏക സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജാണിത്. വിദ്യാർത്ഥികളുടെ എണ്ണം 1000. 60 അധ്യാപകരാണ് ഇവിടെയുള്ളത്. എന്നാൽ ഇവിടുത്തെ അധ്യയന നിലവാരമാണ് പരിതാപകരം. സർവകലാശാലയിൽ നിന്നും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറായി വിരമിച്ചയാളാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ. സ്ഥിരമായി ഒരു പ്രിൻസിപ്പൽ പോലും ഇവിടില്ല. ചില അധ്യാപകരുടെ സ്ഥിതിയും ഇതുതന്നെ. എംടെക് ഇല്ലാത്തവരും അധ്യാപകരായി ഇവിടെ തുടരുന്നുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിച്ച ചിലർ അധ്യാപക നിയമനം നേടിയതായും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിനെ പഠന നിലവാരം ഓരോ കൊല്ലം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച സമയത്ത് ഇതേപോലെ അധ്യാപന നിയമനത്തിൽ കുറച്ച് അപാകതകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ 7 അധ്യാപകർക്ക് ഇവിടെ പഠിപ്പിക്കാനുള്ള യോഗ്യതകളില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് തന്നെ RTI കൊടുത്ത സമയത്ത് 2 അധ്യാപകർക്ക് എംടെക് ഇല്ല എന്നുള്ള രീതിയിലാണ് RTIയുടെ മറുപടി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കോളേജിൽ പ്രൊഫസർ തസ്തികയിലും അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലും ആളില്ല. വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ഇത് ഗുരുതരമായി ബാധിക്കുന്നുവെന്നാണ് ആക്ഷേപം. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഒരു വിഭാഗം അധ്യാപകർ പറയുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ് ഇത്തരം പ്രചാരണം നടത്തുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. PL കിരൺ, മീഡിയ 1, കോഴിക്കോട്.